കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെയായി നിത്യഹരിത ശോഭ പരത്തി നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടതു വലതു മുന്നണികളിൽ ഘടകകക്ഷിയായിട്ടുണ്ടെങ്കിലും 1982 ശേഷം UDF-നൊപ്പം അടിയുറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നിസ്സംശയം പറയാം. ഇടതു മുന്നണിക്കൊപ്പം ചേർന്ന് AK ആന്റണിയും PK വാസുദേവൻ നായരും 51 ദിവസം CH മുഹമ്മദ് കോയയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ചരിത്രമൊഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കോൺഗ്രസ് മുന്നണിയിലെ ഘടകകക്ഷികളിൽ പാണക്കാട് തങ്ങൾ കുടുംബം നേരിട്ട് നിയന്ത്രിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടത് വലതു മുന്നണി ഘടകകക്ഷികളുടെ കണക്കെടുത്താൽ ലീഗ് തന്നെയാകും ഒന്നാം സ്ഥാനം. കഴിഞ്ഞ തവണ 27 സീറ്റുകളിൽ മത്സരിച്ച ലീഗിന് 15ാം നിയമസഭയിൽ 15 MLA-മാരെ എത്തിക്കാൻ കഴിഞ്ഞത് നിസ്സാര കാര്യമല്ല. 90 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 21 MLA-മാരെയാണ് നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. 700 മുതൽ 2000 വരെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ പലരും പരാജയപ്പെട്ടത്. അത്തരത്തിൽ പരിശോധിച്ചാൽ 30-ലേറെ മണ്ഡലങ്ങളിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ UDF-ന് സീറ്റുകൾ നഷ്ടപ്പെട്ട ചരിത്രവും 2021-ലെ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടുന്നു. ഇത്തവണയും മുസ്ലിം ലീഗ് 27 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവതലമുറക്കാരും ഇത്തവണ ഏണി ചിഹ്നത്തിൽ ജനവിധി തേടുന്നുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ CH മുഹമ്മദ് കോയയുടെ മകൻ ഡോക്ടർ MK മുനീർ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇത്തവണ മത്സര രംഗത്തില്ലെങ്കിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്ന് MK മുനീറും സജീവമായി രംഗത്തുണ്ട്. ഐക്യ കേരളം രൂപം കൊണ്ട ശേഷം 1957 നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ താനൂർ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച CH മുഹമ്മദ് കോയ നിയമസഭയിലെത്തി. തിരൂരിൽ നിന്നും K മൊയ്തീൻകുട്ടി ഹാജിയും തിരൂരങ്ങാടിയിൽ നിന്നും ഔക്കാദർ കുട്ടി നഹയും തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ T അസൈനാർ കുട്ടിയെ 5267 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CH മുഹമ്മദ് കോയ പരാജയപ്പെടുത്തിയത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി കഴിവ് തെളിയിച്ച CH മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 51 ദിവസം അധികാരത്തിലിരുന്നു. മുഖ്യമന്ത്രി പദം രാജിവെച്ച് കോഴിക്കോട്ടേക്ക് പോകാനുള്ള ബസ് കാശിനായി CH മുഹമ്മദ് കോയ RSP നേതാവും മന്ത്രിയുമായിരുന്ന ബേബി ജോണിനെ സമീപിച്ച് യാത്രാക്കൂലിക്ക് പണം ആവശ്യപ്പെട്ട ചരിത്രവും അവശേഷിക്കുന്നു. സത്യസന്ധനും നീതിമാനുമായിരുന്നു CH എന്ന് അക്കാലത്ത് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുമായിരുന്നു. കോഴിക്കോട്ടെ തെരുവുകളിൽ നിന്നും മനുഷ്യ വിസർജ്യം ഉന്തുവണ്ടിയിൽ കൊണ്ടുപോയിരുന്ന തൊഴിലാളിയെ തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി നിയമിച്ച CH മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്ന നേതാവാണ്. മുസ്ലിം ലീഗ് പിൽക്കാലത്ത് വിവിധ UDF മന്ത്രിസഭകളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച പാർട്ടിയാണെന്നും പറയാതെ വയ്യ. K കരുണാകരൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഔക്കാദർ കുട്ടി നഹിയയും വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന E അഹമ്മദും ചാഗിരി അഹമ്മദ് കുട്ടിയും UA ബീരാനും ET മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും ചെർക്കളം അബ്ദുള്ളയും MK മുനീറും നാരകത്ത് സൂപ്പിയും VK ഇബ്രാഹിം കുഞ്ഞും ഭരണ മികവ് പുലർത്തിയ മന്ത്രിമാരായിരുന്നു. കഴിഞ്ഞ 10 ആണ്ടുകളായി പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ടിട്ടും നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ UDF-നൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ലീഗ് കേരളത്തിലെ ഘടകകക്ഷി പാർട്ടികളിൽ സീറ്റെണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. മഞ്ചേശ്വരം, കാസർഗോഡ്, അഴീക്കോട്, കൂത്തുപറമ്പ്, കുറ്റ്യാടി, പേരാമ്പ്ര, പെരിന്തൽമണ്ണ, കൊടുവള്ളി, കുന്നമംഗലം, കോഴിക്കോട്, ഏറനാട്, കൊണ്ടോട്ടി, വള്ളിക്കുന്ന്, മലപ്പുറം, മഞ്ചേരി, തിരൂരങ്ങാടി, കോട്ടക്കൽ, വേങ്ങര, തിരൂർ, താനൂർ, മങ്കട, മണ്ണാർക്കാട്, തിരുവമ്പാടി, ഗുരുവായൂർ, പുനലൂർ, ചേലക്കര, കളമശ്ശേരി തുടങ്ങി 27 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. ഇവയിൽ പുനലൂർ, കളമശ്ശേരി, കുന്നമംഗലം, മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ലകളിൽ മത്സരം കടുത്താൽ ഈ മണ്ഡലങ്ങൾ ലീഗിനെ കൈവിടാനുള്ള സാധ്യതയ്ക്കാണ് മുൻതൂക്കം. പേരാമ്പ്രയിൽ മത്സരിക്കുന്ന ഫാത്തിമ തെഹലിയ, കൊടുവള്ളിയിൽ ജനവിധി തേടുന്ന PK ഫിറോസ്, മങ്കടയിലെ മഞ്ഞളാങ്കുഴി അലി, ഏറനാട്ടെ PK ബഷീർ, മലപ്പുറത്തേക്ക് മാറി മത്സരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി, കോട്ടകലിൽ മത്സരിക്കുന്ന ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരങ്ങാടി സ്ഥാനാർത്ഥി PMA സമീർ എന്നിവർ അനായാസ വിജയം നേടുമെങ്കിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ലീഗ് MLA എന്ന സ്ഥാനം പേരാമ്പ്രയിൽ നിന്നുള്ള ഫാത്തിമ തഹലിയ സ്വന്തമാക്കും. അതേസമയം വേങ്ങരയിൽ മത്സരിക്കുന്ന KM ഷാജിയും ഗുരുവായൂരിലെ CH ഹമീദും കടുത്ത മത്സരം തന്നെ നേരിടേണ്ടി വരും. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി വിലയിരുത്തപ്പെടുന്ന വ്യക്തിത്വമാണ്. മണ്ണാർക്കാട് വിമതശല്യം സിറ്റിംഗ് MLA ആയ N ഷംസുദ്ദീന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കും. എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗിനുള്ള ഏക മണ്ഡലമായ കളമശ്ശേരിയിൽ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ VE അബ്ദുൽ ഗഫൂർ മത്സരിക്കുന്നുണ്ടെങ്കിലും TA മുഹമ്മദ് കബീർ വിഭാഗം ഉയർത്തുന്ന വെല്ലുവിളികൾ ഇടത് സ്ഥാനാർത്ഥിയായ P രാജീവിനാവും കൂടുതൽ ഗുണം ചെയ്യുകയെന്ന് വിലയിരുത്തുന്നവരും ഉണ്ട്. ലീഗ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PK ജലീൽ പാർട്ടി വിട്ട് CPM-നൊപ്പം ചേർന്നതും കളമശ്ശേരി, ആലുവ, തൃക്കാക്കര മണ്ഡലങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചതും കളമശ്ശേരിയിലെ ലീഗ് സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായേക്കാം. കളമശ്ശേരി കോൺഗ്രസിന് വിട്ടുകൊടുത്ത് പകരം കൊച്ചി മണ്ഡലത്തിൽ മത്സരിച്ചാൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് അനായാസം വിജയിക്കാൻ കഴിയുമെന്ന് VD സതീശൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടും കളമശ്ശേരി വിട്ടുകൊടുക്കില്ലെന്ന പിടിവാശിയിലായിരുന്നു ലീഗ് നേതൃത്വം. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് മണ്ഡലം നൽകിയിരുന്നെങ്കിൽ കളമശ്ശേരി കൈവിടില്ലെന്ന അഭിപ്രായവും ഉയർന്നിരുന്നു. 95 സീറ്റുകളിൽ കോൺഗ്രസും 27 സീറ്റുകളിൽ മുസ്ലിം ലീഗും 8 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും 5 സീറ്റുകളിൽ RSP ബേബി ജോൺ വിഭാഗവും
കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് പിറവം മണ്ഡലവും, CP ജോണിന്റെ CMPക്ക് തിരുവനന്തപുരവും, KK രമയുടെ RMPക്ക് വടകരയും, PV അൻവറിന്റെ തൃണമൂലിന് ബേപ്പൂരും, ദേവരാജന്റെ ഫോർവേഡ് ബ്ലോക്കിന് ചാത്തന്നൂർ മണ്ഡലവും നൽകി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് മുന്നണി പടയൊരുക്കം തുടങ്ങിയെങ്കിലും പാളയത്തിൽ പടയുമായി നിൽക്കുന്ന ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇപ്പോഴും മുറുമുറുപ്പിലാണ്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഇടുക്കി സീറ്റ് പിടിച്ചെടുത്തതിലെ അമർഷം PJ ജോസഫും കൂട്ടരും മറച്ചുവെക്കുന്നുമില്ല. 95 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ഇത്തവണ 50 സീറ്റുകളെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഭരണം കയ്യെത്താ ദൂരത്താകും. മുസ്ലിം ലീഗിലാണ് മുന്നണിയുടെ ഏക പ്രതീക്ഷ. 27 മണ്ഡലങ്ങളിൽ 20 ഇടങ്ങളിലെങ്കിലും ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ UDFന് ഇത്തവണ അധികാരത്തിലെത്താൻ കഴിഞ്ഞേക്കും. കടുത്തുരുത്തി, തൊടുപുഴ, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത്തവണ ജോസഫ് വിഭാഗത്തിന് പ്രതീക്ഷയുള്ളത്. സിറ്റിംഗ് MLAയും മന്ത്രിയുമായ R ബിന്ദുവിനെ തോൽപ്പിക്കാൻ തോമസ് ഉണ്ണിയാടിന് കഴിഞ്ഞാൽ കഷ്ടിപുഷ്ടി 3 MLAമാരിൽ ജോസഫ് വിഭാഗം ഒതുങ്ങും. കടുത്തുരുത്തിയിൽ ജ്ഞാനായ സമുദായ വോട്ടുകൾ മോൻസ് ജോസഫിന്റെ വിജയത്തിന് നിർണായക ഘടകമാവുകയും ചെയ്യും. RSPക്ക് കുന്നത്തൂരിലെ വിജയം മാത്രമാണ് ഇത്തവണയും അവകാശപ്പെടാൻ കഴിയുക. ചവറയും ഇരവിപുരവും സിറ്റിംഗ് MLAമാരെ കൈവിടാനുള്ള സാധ്യത തീരെ കുറവാണ്. CP ജോണും PV അൻവറും നിയമസഭയിലെത്താനുള്ള സാധ്യതയും കുറവാണ്. തീരദേശ മത്സ്യത്തൊഴിലാളി വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും ബേപ്പൂരും. ബേപ്പൂരിൽ നിന്നുള്ള സിറ്റിംഗ് MLAയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ഇത്തവണയും വിജയിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് A to Z ന്യൂസ് മലയാളം പ്രതിനിധികൾ വോട്ടർമാർക്കിടയിൽ നടത്തിയ രഹസ്യ സർവേ ഫലവും വ്യക്തമാക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 27 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്കെതിരെ വിരുദ്ധ വികാരങ്ങൾ തെല്ലും ഇല്ലെന്ന് തന്നെ പറയാം. 10 ആണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം UDF അധികാരത്തിൽ വന്നാൽ ഭരണചക്രം തിരിക്കുന്ന പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗ് ആണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയില്ല. വ്യവസായം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് പുറമെ കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുക്കാനും സാധ്യത ഏറെയാണ്. ചുരുക്കി പറഞ്ഞാൽ ലീഗിന്റെ കോണിലൂടെ അല്ലാതെ കോൺഗ്രസിന് കേരളത്തിൽ അധികാരത്തിലേറാൻ കഴിയില്ലെന്നതും ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. A to Z ന്യൂസ് മലയാളം 24.